അവൾ സ്റ്റേജിൽ ഇല്ലാതിരുന്നതിൻ്റെ പേരിൽ ആദ്യമായി പാട്ട് തെറ്റിച്ചു പാടിയവൻ്റെ രോദനം. കൊടകരയിൽ നന്മമരം പാവാട. ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്. ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ താനേ ചിരിക്കും താരങ്ങൾ പോലെ മണ്ണിൻ്റെ മാറിൽ മാന്തളിരു പോലെ മാറും മൃദുശോഭകളെ ഭൂമി വരവേൽക്കയാൽ പൂവായി വിരിഞ്ഞു പൂന്തേൽ പിരിഞ്ഞു പൂവായി വിരിഞ്ഞു പൂന്തേൽ പിരിഞ്ഞു പൂഞ്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു ആ കൈയിലോ അമ്മാനയാട്ടം ഈ കൈയിലോ പാൽക്കാവടി പ്രണവമകുനുകരുവതിനുണരുമൊരു ദാഹം കനവുകളിൽ നിലവുകളിലെരിയുമൊരു ദാഹം പ്രണവമകുനുകരുവതിനുണരുമൊരു ദാഹം കനവുകളിൽ നിലവുകളിലെരിയുമൊരു ദാഹം മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ മൃണ്മയമതിനുള്ളിലലിഞ്ഞ നവനീരം കാണാനുഴറുന്നു നാടായ നാടും കാടായ കാടും തേടിയലയുന്നു ഏതു പൊരുൾ തേടിയതു കാനൽ. ഈ കാനൽ ജലം എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ സംഗീതാസ്വാദനം സംസാരിക്കാനുണ്ടാകും. ഈ കാനൽ ജലം എന്ന് പറഞ്ഞ വാക്ക് ആ സിറ്റുവേഷനോട് യോജിക്കുന്നില്ല. ആ കാനൽ, ആ ഒരു ഇംഗ്ലീഷ് വേർഡ്. ഇത് ഞാൻ ഒരു പഴയ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താലും ആലോചിക്കുക. ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഈ മാൽദീവ്സുകാരൊരു ഉഗ്രം പാട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കജിറാരി കജിറാരി ടീച്ചർമാരൊക്കെ ടേസ്റ്റ് അടിച്ചിട്ടേ ടീച്ചർമാർക്ക് ഒരുമിച്ച് എൻ്റെ പ്രിൻസിപ്പാൾ പാടുന്നത് ഒരു നജീം മർഷദല്ല, ഒരു ഇതേപോലെ ഒരു പ്രിൻസിപ്പൽ PAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പലിൻ്റെ ഒരു പ്രിൻസിപ്പളാണത്. ആ പ്രിൻസിപ്പലിൻ്റെ പൊസിഷൻ ഇങ്ങനൊരു ആളെ ഇന്ത്യയിലെ ഈ ജയശങ്കറിൻ്റെ ഒക്കെ റൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. നജീം മർഷദ് അല്ലാതെ പേര് നദീം അഹമ്മദോ അങ്ങനെ ഒരു പേര്. അതായത് മാമന്ത് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. എൻ്റെ ഇതേപോലെ റേഞ്ചിലൊരു ചെക്കൻ എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടല്ലോ. കാണാൻ കൊതിയാവും ഇഷ്ടം. മനുഷ്യജന്മങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഗണേഷ് സാറ്, എൻ്റെ ക്രിഷ് സാറ്, എൻ്റെ ഈ പ്രിൻസിപ്പൽ മാമന്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സീഷൽസിലേക്ക് പോകണം. പിന്നെ എൻ്റെ ഗണേഷ് സാറിനെ കാണാൻ പോകണം. എൻ്റെ ഗണേഷ് സാറിൻ്റെ ഇപ്പം ബാലസാബ് ഉണ്ടാവണം. ഇങ്ങനൊരു എൻ്റെ ജീവിതത്തിൽ സ്റ്റീൽ മോൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് അവർ തന്നത് ആലോചിക്കുമ്പോഴേ അയ്യോ, കാലത്ത് തമിഴ് പൊങ്കൽ തൊട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അമ്മേ നെയ്യ് മണത്തിട്ട് കൊതിയാവും. അതേപോലെ വെജ് നോൺ വെജുള്ള ക്യാൻറ്റീനല്ല ബുഫേ അയ്യോ സ്റ്റീൽ കമ്പനിനെ ആലോചിച്ചു. ഞാനിപ്പോൾ ഇത് എന്താ പറയാനുള്ള കാരണം അതൊരു കൊഞ്ചലല്ല, പക്ഷെ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുമുട്ടിയ കുറേ മനുഷ്യർ ഓൺലൈൻ ലോകത്തും എൻ്റെ ജോലി സ്ഥലത്തും അങ്ങനെ ഒരുപാട് മുതലാളിമാർ. മുതലാളിമാർ ആ ഒരു ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലിരിക്കുന്ന MD. എൻ്റെ അമ്മു, ഞാൻ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ എത്ര ഗ്രേറ്റാണെന്നറിയാം. അണ്ണാമലൈ വിജയൊന്നും അവരുടെ റേഞ്ചൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സൂപ്പറാ. ഒരു പുതുവസന്ത ഉണ്ട് തമിഴ്നാട്ടിൽ. ഈ അണ്ണാമലൈ വിജയം കണ്ടാൽ പോരെ നേരിട്ട്. ഈ സന്ദീപ് വയസ്പതിനെ കാണാൻ ഈ നമ്മുടെ അണ്ണാമലൈ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആലപ്പുഴയിൽ വന്നിട്ടില്ലേ. ഈ അണ്ണാമലൈ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റേ വയനാട് ആൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഭയങ്കര ദേഷ്യമായി അണ്ണാമലൈക്ക്.
അയ്യോ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനുണ്ട്, ഭയങ്കര മിടുക്കനാണ് ഈ അണ്ണാമലൈ. അണ്ണാമലൈ, സന്ദീപ് വാചസ്പതി, വിജയുടെ നമ്മുടെ ഭാഗ്യം നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് ആരെങ്കിലും? ഈ തമിഴ്നാട്ടിലുള്ള ഈ മാറ്റം കൃത്യമായിട്ടുള്ള മാറ്റാണ്. രാഷ്ട്രീയ നിരീക്ഷണമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 5:32. അയ്യോ, ചില ആൾക്കാരെ കാണുമ്പോൾ കൊതിയാവും. അപ്പൊ കാനൽ ജലമായതോ അത് ആ പാട്ട് ആ ഒരു അഥർവം സിനിമ കാണുമ്പോൾ ഭയങ്കരമായൊരു പുരാതനത്തിൽ കൂടെ പോയിട്ടുള്ള സാധനമാണ്. ഗ്രാഫിക്സ് ഉണ്ടായില്ലേ എന്നുള്ളൂ അഥർവത്തിൽ. പക്ഷെ ഡെന്നിസ് ജോസഫ് ആണെന്നുണ്ട് അതിന്റെ തിരക്കഥ, അതിന്റെ ഡയറക്ടറാണെന്ന് തോന്നുന്നു എനിക്ക്. അതൊരു ഗംഭീര സിനിമയാണ്. ജിജോ സാർ 3 സിനിമ ചെയ്തിട്ട് നിർത്തിയില്ലേ, നമ്മുടെ മൈദടിക്കൂട്ട് ചതം ചെയ്ത ആ ഒരു മടുപ്പല്ല ഡെന്നിസ് ജോസഫിന്റെ ഒരു പോക്കിന്. ഒരു ഭയങ്കര അന്വേഷണ വിദഗ്ധനാണ് ആള്. നമ്മളൊരു കോരണ്ടോയിലിന്റെ പോലെ തിരക്കഥകളാണ് ഈ ഡെന്നിസ് ജോസഫിന്റെ. ആളുടെ സിനിമയാണ് ഈ അഥർവം. അത് ഇളയരാജയുടെ പാട്ടുകളും. എന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സംസാരിക്കട്ടാ, ആരെ എടുത്തിട്ടുണ്ട്. ഞാൻ ബോറടിപ്പിക്കണില്ല, ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നും പറയേണ്ട വരിക. അതിന്റെ അവസ്ഥയാ ടൈംലെസ്.